ലെവിൻ, നിലവിൽ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്ന വെടിക്കോപ്പുകൾ കഴിഞ്ഞ ദിവസം പൊട്ടി ഈ വലിയ നാടിനെ നടുക്കുന്ന തരത്തിൽ ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തിയേക്കാനുള്ള നീക്കം നടക്കുന്നതായും അത്തരത്തിൽ ആലോചിക്കുന്നതായി ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ആലോചന നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിശദാംശം, ലെവിൻ? ഗൗതം, പൂരത്തിന് തുടക്കം കുറിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ദുരന്തം വന്നു ഭവിച്ചത്. നിരവധി പേരുടെ മരണം ഇതിനോടകം തന്നെ സംഭവിച്ചു. മരിച്ച ആളുകളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. തിരിച്ചറിഞ്ഞവർ 7 പേരാണ്, ചികിത്സയിലുള്ളവർ 13 പേരാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തികച്ചും അനുചിതമായിരിക്കും പൂരാഘോഷം. അതോടൊപ്പം തന്നെ അത് പൂരം വെടിക്കെട്ടുമെല്ലാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൂരം ചടങ്ങുകളാക്കി മാത്രം നടത്താനുള്ള ആലോചനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദേവസ്വം മന്ത്രി EN വാസവന്റെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ ചർച്ച ചെയ്യുന്നതിനായി ആലോചനകൾ നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ഇന്ന് യോഗം ചേരും. യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ യോജിച്ച തീരുമാനമെടുത്ത് പൂരം ചടങ്ങുകളാക്കി മാത്രം നടത്താനും പ്രധാന ആഘോഷ പരിപാടികൾ വെടിക്കെട്ടടക്കം ഒഴിവാക്കാനുമുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും പൂരാഘോഷ കമ്മിറ്റി ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളും എല്ലാം ചേർന്നുകൊണ്ടുള്ള യോഗം ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. കൂടിയാലോചിച്ച് പൂരം ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചടങ്ങുകളാക്കി മാത്രം നടത്താനായിരിക്കും ഒരു ധാരണയിലേക്ക് എത്താൻ സാധ്യത. ദേവസ്വങ്ങൾ കൂടി അനുവദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ കൂടി താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാലും മന്ത്രിമാരുടെ സംഘം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും MP മാരും അതോടൊപ്പം തന്നെ ജില്ലയിൽ പുറമെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ജില്ലയിലെത്തി ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്യുകയും ചെയ്യുന്ന മന്ത്രിമാർ എല്ലാവരും തന്നെ തൃശ്ശൂരിലുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ചായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കും അന്തിമ ധാരണയിലേക്കും എത്തുക. നിലവിൽ മന്ത്രിമാരായിട്ടുള്ള VN വാസവൻ, വീണ ജോർജ്, രാജീവ്, മുഹമ്മദ് റിയാസ്, അതോടൊപ്പം K രാജൻ, R ബിന്ദു തുടങ്ങിയവർ, K കൃഷ്ണകുട്ടി തുടങ്ങിയവർ ഇന്ന് തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള. അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് കൂടി എത്തുക. ഇന്ന് ഉച്ചയോടുകൂടി യോഗം 11 യോഗം നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിപ്പോൾ പൂരം നടത്തുക എന്നുള്ളത് അനുചിതമായി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നും പൊതുവായി ഉയരുന്ന ഒരു ആലോചനയും അല്ലെങ്കിൽ ഉൾപ്പെടെയുമെല്ലാം.